അബ്രഹാമിൻ്റെ വൈവിധ്യമാർന്ന ദൈവാനുഭവങ്ങൾ. അബ്രാമിന് ആദ്യം ദൈവത്തിൻ്റെ അരുളപ്പാടാണുണ്ടായത്. ദൈവം വിളിക്കുന്ന അനുഭവം. ഉൽപ്പത്തി 12:1-3 വരെയുള്ള വാക്യങ്ങൾ. ഈ വിളിക്ക് അബ്രഹാം പ്രത്യുത്തരം നൽകിക്കഴിഞ്ഞപ്പോൾ തുടർന്ന് തൻ്റെ അരുളപ്പാടുകളിലൂടെ അബ്രഹാത്തെ പരിപാലിക്കുകയും കൂടെ നടന്ന് വഴികാട്ടി നയിക്കുകയും ചെയ്യുകയായിരുന്നു ദൈവം. അത് കഴിഞ്ഞ് കർത്താവ് ദർശനത്തിൽ അബ്രഹാത്തോട് സംസാരിക്കുകയും അബ്രഹാത്തോട് ഉടമ്പടി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഉൽപ്പത്തി 15:1-21 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമാണ് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടാകുന്ന അനുഭവം. ദൈവം കാണിച്ചു കൊടുക്കുന്ന അജ്ഞാത ദേശത്തേക്കുള്ള തീർത്ഥാടനത്തിൽ ദൈവം വിശ്വാസിയെ തനിയെ വിടുകയില്ല. അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കുമെന്നും സംശയത്തിൻ്റെ നിമിഷങ്ങളിൽ ഉറപ്പ് നൽകിക്കൊണ്ട് അവിടുന്ന് കടന്നു വരുമെന്നുള്ള സത്യം അബ്രഹാം സ്വജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞു. ഉൽപ്പത്തി 17:1 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന് ലഭിച്ച കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. സർവശക്തനായ ദൈവമാണ് ഞാനെന്ന് സ്വയം വെളിപ്പെടുത്തിയ ശേഷം എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്നീ 2 വ്യവസ്ഥകളും ഉടമ്പടി വാഗ്ദാനങ്ങളും നൽകി. 18-ാം അധ്യായത്തിൽ 3 ദൂതന്മാരുടെ രൂപത്തിൽ കർത്താവ് അബ്രഹാത്തെ സന്ദർശിക്കുകയും അബ്രഹാം നൽകിയ ഭക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവം തൻ്റെ ഹൃദയ രഹസ്യങ്ങൾ പോലും പങ്കുവയ്ക്കുകയും അബ്രഹാം ദൈവത്തോട് സ്നേഹിതനോടെന്ന പോലെ ന്യായവാദം നടത്തുകയും മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തു. 22-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ അഗ്നിപരീക്ഷയിലൂടെയും ദൈവം അബ്രഹാത്തിന് തന്നെ വെളിപ്പെടുത്തി. അബ്രഹാം തന്നെ അനുസരിക്കുമോ എന്ന് ദൈവത്തിന് സംശയമുണ്ടായിട്ടല്ല. യഥാർത്ഥത്തിൽ അബ്രഹാത്തിന് തൻ്റെ വിശ്വാസവും സ്നേഹവും വിശ്വസ്തതയും തെളിയിക്കാൻ ദൈവം ഒരവസരം നൽകുകയായിരുന്നു. ഇതുവഴി അബ്രഹാം വിശ്വാസത്തിൽ കൂടുതൽ ശക്തി പ്രാപിച്ചു. അബ്രഹാം മകനോട് പറഞ്ഞതുപോലെ ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ നൽകി. ഉൽപ്പത്തി 22:13. അങ്ങനെ ദൈവത്തിൻ്റെ വിസ്മയനീയ ഇടപെടൽ അബ്രഹാം ദർശിച്ചു. തൻ്റെ ഉദാത്തമായ വിശ്വാസ സമർപ്പണത്തിൻ്റെ മാതൃകയിലൂടെ അബ്രഹാം എങ്ങനെ ദൈവത്തെ അനുഭവിച്ചറിയുകയും രക്ഷാകര ചരിത്രത്തിലെ കണ്ണിയായി മാറുകയും ചെയ്തു എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ സ്വജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കി നാം ജീവിക്കുന്ന കാലഘട്ടത്തെ രക്ഷാചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്കും പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.